അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് അംബർബിനിൽ അൻസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു നല്ലൊരു ഉപദേശമാണ് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ലൗ തഅലമൂന മാ അഅലമു ലളഹിക്തും ഖലീല വലബഖീതും കസീറ. ഈ റബ്ബിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, ഈ ദീനിനെ കുറിച്ച്, അതേ സ്വർഗത്തിനെ കുറിച്ച്, നരകത്തിനെ കുറിച്ച്, ഖബർ ജീവിതത്തിനെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെയും ഞാൻ അറിയുന്നതുപോലെ ഓ കൂട്ടുകാരെ നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പോലും നിങ്ങൾ ചിരിക്കില്ല. നിങ്ങളെ മുഖത്തിൽ ഒരു സന്തോഷം പോലും ഒരിക്കലും പോലും ഉണ്ടാകില്ല. നിങ്ങൾ ധാരാളം കരയുമായിരുന്നു, എന്നും നിങ്ങൾ കണ്ണീര് ഒലിപ്പിക്കുമായിരുന്നു. എന്തേ കാരണം? അപ്പോൾ നാം ഇന്ന് ചിരിക്കുകയാണ്, നാം ഇന്ന് എന്നും വല്ലാത്ത സന്തോഷത്തിലാണ്. എന്തേ കാരണം? നമുക്ക് വേണ്ടതുപോലെ റബ്ബിനെ കുറിച്ച് വിവരമില്ല. നാം മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഖബറ് ജീവിതം എങ്ങനെയാണ്, അവിടെയുള്ള ഭയാനകമായ ആ ജീവിതത്തിനെ കുറിച്ച് ഒരു വിവരം നമുക്ക് ഇല്ലാത്തതിൻ്റെ പേരിലാണ് നാം ഇങ്ങനെ ധൈര്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നാം ഇങ്ങനെ ജീവിക്കുക. എന്നും നമുക്ക് വല്ലാത്ത സന്തോഷമാണ്, വല്ലാത്ത ചിരിക്കരിയാണ്. അതൊന്നും നമുക്ക് പ്രശ്നമല്ല. ഒരു മരണം തന്നെ എന്തൊരു ദുഃഖകരമാണ്, എന്തൊരു ഭയാനകമാണ്. ആ സമയത്തൊന്നും രക്ഷപ്പെട്ട് കിട്ടിയില്ലെങ്കിൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. അതിനെക്കുറിച്ച് ഒരു വിവരമില്ലാത്തതിൻ്റെ പേരിലാണ് നമ്മൾ ഇങ്ങനെ ഈ ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കുക. എന്നിട്ടും പറയാണ്, വലൗ തഅലമൂന മാ അഅലമു ലസജദ അഹ്ദുക്കും ഹത്താ യൻഖതിയ സുൽബഹു. അതേ, ഞാൻ അറിയുന്നതുപോലെ നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ, ഞാൻ അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ മനസ്സിലാക്കുമായിരുന്നുവെങ്കിൽ, നിങ്ങൾ ഒരിക്കലും പോലും നിങ്ങളുടെ തല സുജൂദിൽ നിന്ന് ഉയർത്തൂലായിരുന്നു, എന്നും നിങ്ങൾ സുജൂദിലാവുമായിരുന്നു. പക്ഷേ നിങ്ങൾ ഇന്ന് അങ്ങനെ ആവാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിവരമൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണ്. അപ്പോൾ ഈ ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ അസ് റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞ ഉപദേശം അത് ചെറിയൊരു വാക്കാണെങ്കിൽ നാം വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. എന്നാ പറഞ്ഞത്? അതെ, നമുക്കൊന്നിനെ കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടാണ്. ഇപ്പം നാം സ്വർഗം അള്ളാഹുവിനോട് ചോദിക്കുന്നു. എന്തുകൊണ്ടാണ്? നമുക്ക് അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു വിവരം ഉള്ളത് കൊണ്ട് മാത്രം. അല്ലാതെ വേണ്ടതുപോലെ സ്വർഗത്തിന് നിർബന്ധത്തോടു കൂടെ, ആ സ്വർഗം എനിക്ക് അത് വേണമെന്നുള്ള ആ നിർബന്ധത്തോടു കൂടി ഒരിക്കലും പോലും നാം ചോദിക്കുന്നില്ല. കാരണം എന്താണ് സ്വർഗം, എന്താണ് അതിനെക്കുറിച്ച് ഒരു വിവരം ഇല്ലാത്തത് കൊണ്ട് അതൊന്നും നമുക്ക് ഗൗരവമായി കാണുന്നില്ല. അതേപോലെ നരകത്തിനെ തൊട്ട് റബ്ബിനോട് നാം കാവലിനെ തേടുന്നു. അത് എല്ലാവരും നരകത്തിനെ തൊട്ട് കാവലിനെ തേടുന്നു, അതുപോലെ നമ്മളും തേടുന്നു. കുറച്ചൊക്കെ നാം എന്തോ കേട്ടിട്ടുണ്ട് നരകം എന്നുള്ളത്, അതിങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പോൾ ചെറുപ്പം മുതലേ കേട്ട അന്ന് നമ്മൾ നരകത്തിനെ കുറിച്ച് എന്താണോ കേട്ടത് അത്രമേ ഇന്നും നമ്മളെ കുറിച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള വിവരമുള്ളൂ. അല്ലെങ്കിൽ കൂടുതലൊന്നും നരകത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചില്ല. അതുകൊണ്ടാണ് നമുക്ക് നരകത്തിനെ കുറിച്ചൊന്നും കൂടുതൽ ഭയം നമ്മളെ കൽബിലേക്ക് വന്നില്ല. ആ ഭയം വരാത്തതിൻ്റെ പേരിലാണ് റബ്ബിനോട് നാം ഒരിക്കലും പോലും ആ നരകത്തിനെ ചിന്തിച്ച് റബ്ബിനോട് ഖേദിച്ച് എല്ലാ ദോഷങ്ങളെ തൊട്ട് തൗബ ചെയ്ത് മടങ്ങി റബ്ബിനോട് നാം ചോദിച്ചിട്ടില്ല. ഒന്ന് ശരിക്കും നോക്കും, എന്നെങ്കിലും ഒരിക്കലും നാം റബ്ബിനോട് നരകത്തിനെ തൊട്ടു മോചിപ്പിക്കാൻ വേണ്ടി, നരകത്തിനെ തൊട്ടു നമ്മെ രക്ഷപ്പെടുത്താൻ വേണ്ടി അതുമാത്രം എന്ന് റബ്ബിനോട് കരഞ്ഞുകൊണ്ട് കണ്ണീര് ഒലിപ്പിച്ചുകൊണ്ട് റബ്ബിനോട് എന്തെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? ഒരിക്കലും ചോദിച്ചിട്ടില്ല. നമ്മളെ ദുആയിൽ ഇടയ്ക്കൊക്കെ അങ്ങനെ വരുന്നുണ്ട് എന്നല്ലാതെ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ നമ്മൾ റബ്ബിനോട് ചോദിച്ചിട്ടില്ല എന്നത് സത്യമാണ്. അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. ബഹുമാനപ്പെട്ടവർക്ക് ഉള്ള വിവരം നമുക്കില്ല. അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയതുപോലെ നമ്മളെ മനസ്സിലാക്കിയിട്ടില്ല.
ചെയ്തിട്ടില്ല. അവരൊന്നും ഇബാദത്തിലാണ്, അവരൊന്നും അള്ളാഹുവിനുള്ള ആ ഭയം, ആ പേടി അവരെ കൽബിലാണ്. എന്തുകൊണ്ടും അതിനെക്കുറിച്ച് വേണ്ടതുപോലെ അവർ പഠിച്ചു. നമുക്കൊരു മരണം നാം എല്ലാവരും അനുഭവിക്കേണ്ട ഒരവസ്ഥയാണ്. എന്താണ് മരണം? അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? നമ്മുടെ മുമ്പിൽ നിന്ന് എത്രയോ ആൾക്കാർ മരണപ്പെട്ടു പോകുന്നുണ്ട്. എത്രയോ ചെറിയ കുട്ടികൾ, ചെറിയ മക്കൾ, ചെറിയ ചെറുപ്പക്കാരുകൾ, വയസ്സായവരും അല്ലാത്തവരും, ആണുങ്ങളും പെണ്ണുങ്ങളും, രോഗികളും രോഗമില്ലാത്തവരും പെട്ടെന്നായി മരണപ്പെടുന്ന, അങ്ങനെ എന്തെല്ലാം രീതിയിൽ നമ്മുടെ മുമ്പിലൊക്കെ മരണപ്പെടുന്നുണ്ട്. ഇതൊക്കെ റബ്ബ് നമ്മെ പാഠം പഠിപ്പിക്കുകയാണ്. എന്നിട്ടും നാം പാഠം പഠിക്കുന്നില്ല. ഇനിയും കുറേ കാലം ഉണ്ടാകും എന്ന രീതിയിലാണ് നാം ഇങ്ങനെ ജീവിക്കുക. അതിനെക്കുറിച്ച് എങ്ങനെയാണ് മരണം എങ്ങനെയാണ് സംഭവിക്കുക? ആ മരണത്തിന് സമയത്ത് ഒരു മോമിനിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? അല്ല, ഒരു മോമിനല്ലാത്ത ഒരു മുനാഫിക്കിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഇനി മരണപ്പെട്ടാൽ പിന്നീടുള്ള ജീവിതം എങ്ങനെയാണ്? ആരാരുമില്ലാത്ത ഖബർ ജീവിതം എങ്ങനെയാണ്? അതൊന്നും നമ്മൾ അറിയില്ല. നമ്മൾ ചെറിയൊരു വിവരം മാത്രം അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്കതിനെക്കുറിച്ചൊരു കൂടുതൽ ഭയമൊന്നും ഇല്ലാത്തത്. അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, അതിനെക്കുറിച്ചൊന്നും വിവരമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം നല്ല നിലക്ക് മനസ്സിലാക്കുക, പഠിക്കുക. നാം വിശ്വസിച്ചവരാണല്ലോ, നമുക്ക് ഉറപ്പുണ്ടല്ലോ മരണം എന്നുള്ളത്. അതേ ഖബറിലേക്ക് പോയി കിടക്കുക, അത് ഉറപ്പാണല്ലോ. അതിൻ്റെ ശേഷം മഹ്ശറ എന്നുള്ളത് നാം വിശ്വസിക്കുന്നവരാണല്ലോ. നരകം എന്നുള്ളത് വിശ്വസിക്കുന്നവരാണല്ലോ. സ്വർഗം എന്നുള്ളത് വിശ്വസിക്കുന്നവരാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊരു നല്ലൊരു വിവരമുണ്ടാക്കുക. എന്നാൽ തീർച്ചയായും നാം അതിനെ ഭയപ്പെടും, അള്ളാഹുവിനോട് ചോദിച്ചിരിക്കും, അതിൻ്റെ പേരിൽ നാം കണ്ണീരൊലിപ്പിക്കും. ഉറപ്പാണ്. അള്ളാഹു അത്തരത്തുള്ള നല്ല അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.